പ്രിയപ്പെട്ടവരെ, ആണ്ടുവട്ടത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും, പ്രത്യേകിച്ച് സന്യാസ സമർപ്പണത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ പ്രത്യേകമായ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യൗസേപ്പിതാവും മാതാവും ദൈവാലയത്തിൽ സമർപ്പിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന ശിമയോനും അന്നയും അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനെ കണ്ട് ആത്മനിർവൃതി അടയുന്നതുമായ ഭാഗമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദേശമായി പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, യൗസേപ്പിതാവും മാതാവും ദൈവിക നിയമങ്ങൾക്ക് കീഴ്വഴങ്ങുന്നു എന്നുള്ളതാണ്. സുവിശേഷത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, ദൈവത്തിൻ്റെ നിയമങ്ങളായ 3 കാര്യങ്ങൾ അവർ നിവർത്തിക്കുന്നുണ്ട്. 1, യേശുവിൻ്റെ പരിച്ഛേദനം. 2, യേശുവിൻ്റെ സമർപ്പണം അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. 3-ാമത്തേത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശുദ്ധീകരണം. ഈ കാര്യങ്ങൾ തിരുക്കുടുംബം ജെറുസലേം ദൈവാലയത്തിൽ നിർവഹിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന പരിശുദ്ധ കന്യാമറിയത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയാണ് എന്നറിയുമ്പോൾ അവളെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. സ്വപ്നത്തിൽ ദൈവദൂതൻ നൽകുന്ന ദർശനം മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന ദൈവഹിതം അത് ഹൃദയത്തോട് സ്വീകരിച്ച് മറിയത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ന് നമുക്കുമുണ്ടാകേണ്ടത് ദൈവഹിതം തിരിച്ചറിയാനും അനുവർത്തിക്കാനുമുള്ള മനോഭാവം തന്നെയാണ്. യേശു നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും അതുപോലെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുക എന്നുള്ള വലിയ സന്ദേശം. ഈ ആധുനിക യുഗത്തിൽ എങ്ങനെയാണ് നമുക്ക് ദൈവഹിതത്തെ വിവേചിച്ച് അറിയാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവേകത്തോടുകൂടെ ദൈവഹിതത്തെ വിവേചിച്ചറിയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. എന്താണ് എന്നെ സംബന്ധിച്ച് ഈ പ്രത്യേക അവസ്ഥയിൽ ദൈവഹിതം എന്ന് അറിയാനുള്ള മനോഭാവം. ഈ കാലഘട്ടത്തിൽ സ്വന്തം ഇഷ്ടം ദൈവേഷ്ടമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ഇഷ്ടമാക്കി മാറ്റുന്ന വിശുദ്ധ യൗസേപ്പിതാവും പരിശുദ്ധ കന്യാമറിയവും നമുക്ക് മാതൃകയായി മാറണം. 2-ാമത്തെ കാര്യം, ശിമയോനും അന്നയും നൽകുന്ന വലിയ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അവർ നൽകുന്ന വലിയ പ്രത്യാശയാണ്. സുവിശേഷം അവതരിപ്പിക്കുന്നത് പ്രത്യാശയുടെ പ്രതീകങ്ങളായിട്ടാണ് അന്നയെയും ശിമയോനെയും. അവർ 2 പേരും ഒരു വലിയ കാത്തിരിപ്പിലായിരുന്നു, രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ. പ്രതീക്ഷയോടുകൂടെയുള്ള പ്രത്യാശയോടുകൂടെയുള്ള ഒരു കാത്തിരിപ്പ്. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ ദർശിച്ചു കഴിയുമ്പോൾ സന്തോഷപൂർവം ആയിരിക്കുന്ന ശിമയോൻ, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് നിർവൃതിയോടുകൂടെ പറയുന്ന ശിമയോൻ. അതുപോലെ രക്ഷകനെക്കുറിച്ച്, രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവരോട് വാതോരാതെ സംസാരിക്കുന്ന അന്ന എന്ന പ്രവാചികയെ നാം കണ്ടുമുട്ടുന്നു. തീർച്ചയായും ജീവിതത്തിനുണ്ടാകേണ്ടത് ഇവർ നൽകുന്ന ഈ വലിയ പ്രതീക്ഷ തന്നെയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ ഞാനും നിങ്ങളും ഒക്കെ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം പരിഹാരമുണ്ട് എന്നുള്ള ഒരു വിശ്വാസിയുടെ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ജീവിതം പ്രത്യാശാ നിർഭരമാകണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. 2025 ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം
5-ാം അധ്യായം 5-ാമത്തെ വാക്യം, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല എന്നുള്ള ആ വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ഏത് പ്രതിസന്ധികളിലും ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അതിനെ പ്രതിരോധിക്കാനും അതിനപ്പുറം കടക്കാനും പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.